കാസർഗോഡ് ഉപ്പളയിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് വീട്ടമ്മ മരണപ്പെട്ട സംഭവത്തിന്റെ ഞെട്ടൽ ഇനിയും മാറിയില്ല. കണ്ണൂർ വാരം സ്വദേശിനിയായ ഷാഹിനയാണ് മരിച്ചത്. കണ്ണൂരിൽ നിന്ന് 9 വയസ്സുള്ള രോഗിയായ മകൾ റിയ ഫാത്തിമയെയും മറ്റ് ബന്ധുക്കളെയും കൊണ്ട് മംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. ഫർണിച്ചറിന്റെ രാജാക്കന്മാർ ഇനി കാസർഗോഡും. ലോകോത്തര നിലവാരമുള്ള ഫർണിച്ചറുകൾ മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. D&G ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, കാഞ്ഞങ്ങാട്, കാസർഗോഡ്. കാസർഗോഡ് ഉപ്പള ദേശീയപാതയിൽ ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് നാടിനെ നടുക്കിയ വാഹനാപകടമുണ്ടായത്. കണ്ണൂരിൽ നിന്നും വാരം സ്വദേശിനിയായ ഷാഹിനയുടെ 9 വയസ്സുള്ള രോഗിയായ മകൾ റിയ ഫാത്തിമയെയും മറ്റ് ബന്ധുക്കളെയും കൊണ്ട് മംഗളൂരുവിലേക്ക് പോകുകയായിരുന്ന ആംബുലൻസും എതിരെ വന്ന കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ആംബുലൻസിലുണ്ടായിരുന്നവർക്കെല്ലാം പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ ഷാഹിനയെ ഉടൻ തന്നെ മംഗളൂരുവിലെ ദേർലക്കട്ടെ ഏനപ്പോയ മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഷാഹിനയുടെ മകൾ റിയ ഫാത്തിമ, സഹോദരി ഷാജിന, ഷാജിനയുടെ അനന്തരവൻ അസീവ്, ആംബുലൻസ് ഡ്രൈവർ അക്രം എന്നിവരാണ് പരിക്കേറ്റ മറ്റുള്ളവർ. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഷാഹിനയുടെ മറ്റൊരു അനന്തരവനായ അനസ് സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നതിനാൽ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ യുവജന വിഭാഗമായ സുന്നി യുവജന സംഘത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ഈ ഭാഗത്ത് കനത്ത മഴയാണുണ്ടായത്. റോഡിൽ തെന്നി കാറിൻ്റെ നിയന്ത്രണം വിട്ടതാണ് ആംബുലൻസുമായി കൂട്ടിയിടിക്കുവാൻ കാരണമായതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ആംബുലൻസും കാറും കൂട്ടിയിടിച്ചതിനെ തുടർന്ന് പിന്നിലുണ്ടായ 3ഓളം വാഹനങ്ങളും നിയന്ത്രണം തെറ്റി തമ്മിലിടിച്ചു. പരിസരവാസികളാണ് ഓടിക്കൂടി അപകടത്തിൽപ്പെട്ടവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചത്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗത തടസ്സവുമുണ്ടായി. പോലീസ് എത്തി വാഹനങ്ങൾ നിയന്ത്രിച്ചതോടെയാണ് ഗതാഗതം പുനഃസ്ഥാപിക്കുവാനായത്. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.